യാത്രക്കാരുമായി പറന്നു പൊങ്ങിയ വിമാനം അപകടത്തിൽപ്പെടുന്നു. അടുത്തുള്ള വിമാനത്താവളത്തിൽ പോയി സേഫായി ലാൻഡ് ചെയ്യാൻ സമയവുമില്ല. മുൻപിലുള്ളത് നദിയാണ്. അപ്പോൾ എന്തു ചെയ്യും? ആ നദിയിലേക്ക് ഇറക്കുക തന്നെ. പൈലറ്റിൻ്റെ ഈ ഹീറോയിസം കാരണം യാത്രക്കാരും സ്റ്റാഫും എല്ലാവരും തന്നെ രക്ഷപ്പെടുന്നു. നമുക്ക് ഈ വീഡിയോയിൽ ഈ സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. 2009 ജനുവരി 15 US എയർവേസ് ഫ്ലൈറ്റ് 1549 എന്ന വിമാനം ന്യൂയോർക്കിലെ ലാഗ്വാർഡിയ വിമാനത്താവളത്തിൽ നിന്ന് നോർത്ത് കരോലീനയിലെ ഷാർലറ്റിലേക്ക് പറന്നുയർന്നു. 180 യാത്രക്കാരും 5 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ക്യാപ്റ്റൻ ചെസ്ലി സല്ലി ആയിരുന്നു വിമാനത്തിൻ്റെ പൈലറ്റ്. പറന്നുയർന്ന നിമിഷങ്ങൾക്കകം ഏകദേശം 2800 അടി ഉയരത്തിൽ വെച്ച് വിമാനം ഒരു കൂട്ടം പക്ഷികളുമായി കൂട്ടിയിടിച്ചു. ഈ കൂട്ടിയിടിയിൽ വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായി. എഞ്ചിനുകൾക്ക് തീ പിടിക്കുകയും വലിയ ശബ്ദത്തോടെ പുകയുയരുകയും ചെയ്തു. സങ്കീർണമായ ഈ സാഹചര്യത്തിൽ സള്ളി ക്യാപ്റ്റനും കോ പൈലറ്റ് ജെഫ്രിയും ചേർന്ന് വളരെ നിർണായകമായ ഒരു തീരുമാനമെടുത്തു. അടുത്തുള്ള വിമാനത്താവളത്തിലേക്ക് തിരികെ പറക്കാൻ ശ്രമിക്കുന്നത് അപകടകരമാണെന്ന് അവർക്ക് മനസ്സിലായി. പകരം ന്യൂയോർക്ക് നഗരത്തിൽ ഒഴുകുന്ന ഹഡ്സൺ നദിയിൽ വിമാനമിറക്കാൻ അവർ തീരുമാനിച്ചു. തികഞ്ഞ മനസാന്നിധ്യത്തോടെയും വൈദഗ്ധ്യത്തോടെയും അവർ വിമാനം ഹഡ്സൺ നദിയിലേക്ക് നിയന്ത്രിതമായി ഇറക്കി. രാവിലെ 3:31 വിമാനം നദിയിലെ തണുതുറഞ്ഞ വെള്ളത്തിലേക്ക് മൃദുവായി സ്പർശിച്ചു. ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വിമാന ലാൻഡിങ്ങുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. വിമാനം വെള്ളത്തിലിറങ്ങിയ ഉടൻ തന്നെ അതിവേഗം രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അടുത്തുള്ള ഫെറികളും ബോട്ട് യാത്രികരും സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. അതിശൈത്യമുണ്ടായിരുന്നിട്ടും യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി വിമാനത്തിൽ നിന്ന് പുറത്തെത്തിച്ച് ബോട്ടുകളിലേക്ക് മാറ്റി. ഈ സംഭവത്തിൽ അത്ഭുതകരമെന്ന് പറയട്ടെ, 155 പേരിൽ ആർക്കും കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും സുരക്ഷിതമായി രക്ഷപ്പെട്ടു. ക്യാപ്റ്റൻ സള്ളിയുടെയും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയും അസാമാന്യമായ ധീരതയും വൈദഗ്ധ്യവുമാണ് ഈ അത്ഭുതകരമായ രക്ഷപ്പെടലിന് പിന്നിൽ. ഈ സംഭവം ഹഡ്സൺ നദിയിലെ അത്ഭുതം എന്ന പേരിൽ ലോകമെമ്പാടും അറിയപ്പെടുന്നു.